ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ദം ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 750 ഗ്രാമോളം മീനാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ചൂരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. കൂടുതൽ ഫിഷ് ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നല്ലത് നെയ്മീൻ പോലത്തെ മീനുകളൊക്കെയാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഭയങ്കര വലുതായതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 വെളുത്തുള്ളിയും ഒരു 5 പച്ചമുളകും കൂടെ അരച്ചെടുത്തതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പേസ്റ്റ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ബാക്കി നമ്മൾ മസാല റെഡിയാക്കുമ്പോൾ ചേർക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് നല്ല കട്ടിക്കുള്ള പേസ്റ്റ് മാതിരി ആക്കിയെടുക്കുക. ഇനി നമുക്കിത് മീനിൽ പുരട്ടിയിട്ടെടുക്കാം. സാധാരണ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി പുരട്ടുന്ന പോലെ തന്നെ നന്നായിട്ട് മീനിൽ ഈ മസാല പുരട്ടിയെടുക്കുക. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്കിതുപോലെ ഒന്ന് വെക്കാം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് നമ്മളിത് വറുത്തെടുക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സാധാരണ മീൻ വറുക്കുന്ന പോലെ അത്രയും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊരു 3/4 ഭാഗത്തോളം വറുത്തെടുത്താൽ മതി. നമുക്കിത് മസാല റെഡിയാക്കാനുള്ളതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികം മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അധികം മുരിയാതെ എന്താ പറയുക, ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലേ, ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം മീൻ, ഒരിക്കലും മുരിഞ്ഞു പോകരുത്. നമ്മുടെ മസാല റെഡിയായിട്ട് കിട്ടില്ല. അപ്പോൾ മീനൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഓൾറെഡി എണ്ണയും കുറച്ച് മുളകൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ എണ്ണ വേണമെങ്കിൽ എണ്ണയും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ആ എണ്ണയിൽ ഓൾറെഡി കുറച്ച് മുളകൊക്കെ ഉള്ളതുകൊണ്ടാണ് സവാളയുടെ നിറമൊക്കെ ഓൾറെഡി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാനിതിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ, മസാല നന്നായിട്ട് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരാണ്. അത് അധികം പുളിയില്ലാത്ത കുറച്ച് കട്ടിയുള്ള തൈര് ചേർത്തിട്ടുണ്ട്. തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തക്കാളി അരിഞ്ഞ് ചേർക്കണേക്കാളും നല്ലത് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഗ്രേവി ഒന്ന് തിളച്ച്
തക്കാളിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്, നമ്മുടെ ഗ്രേവി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഗ്രേവിയുടെ, എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുന്ന പോലെ സവാള 2 സവാള വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഒരു പിടി സവാള ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതുപോലെ ബിരിയാണിയുടെ മസാലയൊക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ സവാള വറുത്ത് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു പിടി സവാളയാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന മല്ലിയിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും പുതിനയിലയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മല്ലിയില മാത്രം ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമനുസരിച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി വറുത്ത് വെച്ചിട്ടുള്ള മീനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിലേക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. മസാല മീനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, കുറച്ച് ഗ്രേവിയും ആയിട്ടാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് അരി വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസ് ഇതുപോലെ നീളമുള്ള അരിയാണ്. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ ജീരകശാല അരിയോ അങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ അരി നന്നായിട്ടൊന്ന് കഴുകി ഒരു 1/2 മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. നമുക്കൊരു പാത്രത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ ഒരു കഷ്ണം പട്ട, 3 കറയാമ്പൂ, 3 ഏലക്കായ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് അധികം തന്നെ ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ടീസ്പൂൺ നാരങ്ങനീരും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ അരി കുതിർത്തിയത് ഞാനിതുപോലെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് തിളക്കുമ്പോൾ അരി വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക, അരി നമുക്കൊരു 1/4 ഭാഗത്തോളം വേവ് മതി, കാരണം ഇത് ദം ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ 1/4 ഭാഗത്തോളം വെന്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 സവാള വറുത്തെടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലയും എടുക്കാവുന്നതാണ്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പാലിൽ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുള്ളതാണ് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാവുന്നതാണ് പാലിൽ. പിന്നെ ഇതിലേക്ക് നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. അതിൻ്റെ അടിയിൽ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ചോറ് ദം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ മേളിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങനീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക്. ഇനി ഇതിൻ്റെ മേളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിലും ഞാൻ കുറച്ച് സവാള വറുത്തതും അതുപോലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള ചോറിട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേളിലും നേരത്തെ ചെയ്ത പോലെ തന്നെ സവാളയും അതുപോലെ മല്ലിയിലയും പിന്നെ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴെയും മേളിലാണ് ഞാൻ നെയ്യ് ഒഴിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ മേളിൽ നെയ്യ് ഒഴിക്കുമ്പോൾ ദം ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഇതിൻ്റെ മേളിലും നമ്മൾ കുറച്ച് പാലൊഴിക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്.
ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലൊരു ദോശത്തവയോ എന്തെങ്കിലും വെക്കുക. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ നമ്മുടെ ഈ പാത്രം വെക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റായിട്ട് ഒരിക്കലും വെക്കരുത്, കാരണം ചോറ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത്. ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് കവർ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊരു 20 മിനിറ്റാണ് നമ്മൾ ദം ചെയ്യേണ്ടത്. അപ്പോൾ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെക്കുക. പിന്നെ 20 മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഇത് തുറന്നാൽ മതി. അപ്പോഴാണ് ആ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുക ബിരിയാണിക്ക്. ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ തുറക്കുന്നത്. നല്ലൊരു മണമാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടെയൊക്കെ വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ദം ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ആ ഒരു റൈസും അതുപോലെ താഴേന്ന് ഗ്രേവിയും കൂടെ ആയിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ മീനായതുകൊണ്ട് അധികം പൊടിഞ്ഞു പോവാതെ സൂക്ഷിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്